എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യാത്രകൾ തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം യാത്രകൾ തന്നെയാണെന്ന് പറഞ്ഞു. ഈ യാത്രകളെല്ലാം വീഡിയോകളാക്കിയിട്ട് നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കും നമ്മളോട് കമന്റിൽ അറിയിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് വീഡിയോസ് വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള കാറ്റാടിപ്പാടത്തിന്റെ നടുവിലൂടെയാണ് നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റങ്ങോട്ടും അല്ല, ലണ്ടനിലേക്ക് തന്നെയാണ് യാത്ര. കഴിഞ്ഞ ഒരു വീഡിയോയുടെ കീഴിൽ നമ്മുടെ ഒരു സുഹൃത്ത് കമന്റ് ഇട്ടായിരുന്നു, ലണ്ടനിൽ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്ത് വന്നാൽ ടൂറിസ്റ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, എന്തൊക്കെ കാണാനുണ്ട്, എത്ര ദിവസം വേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പുള്ളി നമ്മളോട് ചോദിക്കുകയുണ്ടായി കമന്റായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ തന്നെ ചെയ്ത് കളയാം, അത്യാവശ്യം നമ്മളെ കൊണ്ട് കവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, കൂടെ ഈ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന വിവരങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലണ്ടൻ വിശേഷത്തിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ യാത്ര ട്രെയിനിൽ തന്നെയാണ്. LNER എന്ന് പറഞ്ഞ ട്രെയിനാണ് ഈ കിടക്കുന്നത്. LNER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ നോർത്ത് ഈസ്റ്റ് റെയിൽവേ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ ഈ LNER എന്ന് പറഞ്ഞ ഹൈ സ്പീഡ് ട്രെയിൻ ആട്ടോ. അസൂമ എന്ന് പറഞ്ഞ ട്രെയിൻ പോകുന്നത് സ്കോട്ട്ലാൻഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ ട്രെയിൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഹൈ സ്പീഡ് ട്രെയിന്, നോർമൽ ട്രെയിന്, പിന്നെ അണ്ടർഗ്രൗണ്ട് ട്രെയിന്, എബോവ് ഗ്രൗണ്ട് ട്രെയിന്, അങ്ങനെ കുറേ അധികം ട്രെയിൻ സർവീസസുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എബോവ് ഗ്രൗണ്ട് ട്രെയിനിൽ വന്നു. നമ്മൾ അവിടുന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ട് ടണലിലേക്ക്, അണ്ടർഗ്രൗണ്ട് ട്രെയിനുകൾ പോകുന്ന ടണലുകളിലൂടെയാണ് ട്രെയിനുകൾ പോകുന്നത്. ആ ടണലുകളിലേക്ക് നമ്മൾ പല സ്ഥലത്തും എസ്കലേറ്റർ ഉണ്ട്, പക്ഷേ നമ്മൾ തവണ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് എത്തിയത്. അപ്പോൾ നോർത്തിലോട്ട് പോകേണ്ട ട്രെയിനുകൾ ഈ സൈഡിലോട്ടും സൗത്തിലോട്ട് പോകേണ്ട ട്രെയിനുകൾ ഈ സൈഡിലോട്ട് വരുന്നത്. ഈ ഒരു ടണലിലൂടെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ട്രെയിൻ പോവുള്ളൂ. ഒരു ട്രെയിൻ പോയി 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ അടുത്ത ട്രെയിൻ വരികയും ചെയ്യും. അപ്പോൾ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഞരമ്പുകൾ കിടക്കുന്ന പോലെ പിണഞ്ഞ് ലണ്ടൻ നഗരത്തിന്റെ അടിയിലാണ്, മണ്ണിനടിയിൽ 6 നിലയിലും 7 നിലയിലും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അതിൽ 5ാമത്തെ നിലയിൽ പോണത് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് സൗത്ത് ജംഗ്ഷനിലോട്ടുള്ള ഒരു രീതിയിലാണ് ട്രെയിൻ പോകുന്നതെങ്കിൽ 4ാമത്തെ ട്രെയിനിൽ പോകുന്നത് ചിലപ്പോൾ എറണാകുളം സൗത്തിൽ നിന്ന് വേറെ മേനകയിലോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കലൂറിലേക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏത് നിലയൊക്കെയാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് പോകുന്നത്, നമ്മൾ പിക്ചറുകൾ നോക്കി മനസ്സിലാക്കി നമ്മൾക്കുള്ള ട്രാക്ക് കണ്ടുപിടിച്ച് നമ്മൾ സ്വയം യാത്ര ചെയ്യണം. കാരണം ഇവിടെ ഒന്നും സെക്യൂരിറ്റികളോ അല്ലെങ്കിൽ നമുക്ക് വഴി പറഞ്ഞു തരാനായിട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും വഴി ചോദിച്ച് സമയം കളയാനൊന്നും ഇവിടെ അങ്ങനെ ആരും മെനക്കെടാറില്ല. എല്ലായിടത്തും ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡുകൾ അനുസരിച്ച് ഫോളോ ചെയ്യുക, ഇംഗ്ലീഷിലുള്ള ബോർഡുകൾ വായിച്ചു നോക്കുക, മനസ്സിലാക്കുക, ഗൂഗിൾ മാപ്പ് ഇടുക, നടന്നു പോവുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് കവർ ചെയ്ത് പോകണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നെറ്റിൽ നോക്കി പഠിച്ച് ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് പോകുന്നതായിരിക്കും ബെസ്റ്റ്. യൂറോപ്പിൽ നമ്മൾ എവിടെ ഔട്ട്സൈഡ് നടക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗിത്താറിസ്റ്റുകളൊക്കെ കാണാൻ പറ്റും. റോഡിലിരുന്ന് അവർ ആ ഗിത്താറിന്റെ കവറിലേക്കാണ് പൗണ്ടും പെൻസൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്നാ പറയുക, പള്ളിപ്പെരുന്നാളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളവരെ കാണും. പക്ഷേ ഇങ്ങനെ കലാകായിക കാര്യങ്ങൾ നടത്തുന്നവരുണ്ടാവാറില്ല എന്ന് മാത്രം. അപ്പൊ അവർക്കുള്ള കഴിവ്, എന്ത് കഴിവാണെങ്കിലും അവർ റോഡ് സൈഡിൽ ഇരുന്ന് അത് പെർഫോം ചെയ്യും. അതിനുള്ള പൈസ അന്നത്തെ ദിവസത്തെ അവർ കളക്ഷനായിട്ട് എടുക്കും. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്ന് ഈ യാത്രയിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് പോയത്, നമുക്ക് ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്, സയൻസ് ഹിസ്റ്ററി മ്യൂസിയം ലണ്ടനിലെ. അവിടേക്കുള്ള എൻട്രി പാസ് ഫ്രീ ആണ്. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ലണ്ടനിലുണ്ട്. നമ്മൾ ഒരു ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയണേ, ഓരോ സ്ഥലത്തും നമ്മൾ കയറുന്നതിന് പാസ് പ്രത്യേകം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ മാഡം ടുസാഡ്സ് മ്യൂസിയത്തിൽ കയറണമെങ്കിൽ 50 പൗണ്ട് നമ്മൾ കൊടുക്കണം, എന്ന് വെച്ചാൽ നാട്ടിൽ 5000 രൂപ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പൈസ കൊടുത്ത് പോകേണ്ട കാര്യങ്ങളും പൈസ കൊടുക്കാണ്ട് നമുക്ക് ഫ്രീ വിസിറ്റ് ആയിട്ടുള്ള, ഫ്രീ എൻട്രി ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ തവണത്തെ ട്രിപ്പിൽ നമ്മൾ ഫ്രീ എൻട്രി ആയിട്ടുള്ള ഒരു കാര്യമാണ് കവർ ചെയ്യണത്. ഇത് ഇവിടുത്തെ സയൻസ് മ്യൂസിയമാണ്. അപ്പോൾ ലണ്ടനിൽ വരുന്നവർക്ക് സയൻസ് മ്യൂസിയം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് കയറാൻ പറ്റും. ഈ നിൽക്കുന്ന ക്യൂ കണ്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട, ഇത് ആരും ടിക്കറ്റ് എടുക്കാതെ വന്നേക്കണവരാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഈ ലണ്ടനിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ നമ്മൾ എന്ത് പരിപാടിക്കും അപ്പോയിന്റ്മെന്റ് സമ്പ്രദായമാണുള്ളത്. ഒന്നുമല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എൻട്രി ആണെങ്കിൽ പോലും നിങ്ങൾ ഏത് സമയത്താണ് ഈ മ്യൂസിയത്തിലോട്ട് വിസിറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ ഓൺലൈനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുക. നിങ്ങൾക്കുടെ ടിക്കറ്റ് അക്കൗണ്ടിൽ കാണിച്ചു കൊടുക്കുക. അപ്പൊ ആ കടന്നു വരുന്നിടത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അവർ പറയും ദാ ഈ ക്യൂവിന്റെ പുറകിലേക്ക് വന്നോളാൻ പറയും. കാരണം ഈ സയൻസ് മ്യൂസിയത്തിന്റെ അകത്തെ തിരക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ അപ്പോയിന്റ്മെന്റ്സിലോട്ട് കൊടുക്കുന്നത്. കാരണം അത്രയധികം ജനങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ഇതിൻ്റെ അകത്തൊക്കെ. എല്ലാവരും പഠിക്കാനുള്ളവര് സയൻസ് വിഷയം ആയതുകൊണ്ടും ഹിസ്റ്ററി മ്യൂസിയം ആയതുകൊണ്ടും ഒത്തിരി സബ്ജക്ട്
സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസുകളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഒക്കെയാണ് ഇവിടെ വന്ന് ഇത് കാണുന്നത്. എല്ലാ കാര്യത്തിന്റെയും A to Z എക്സ്പ്ലനേഷനും ഉണ്ട് അതിന്റെ സൈഡിൽ. അതുപോലെ തന്നെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഈ എന്നാ പറയണ, ഇപ്പൊ ആ തേളിന്റെ വാലൊക്കെ മൂവ് ചെയ്യുന്ന രീതിയിലൊക്കെ അതുപോലെ ദിനോസർ, അങ്ങനെ എല്ലാത്തിനും സയൻസ് മ്യൂസിയം ആണല്ലോ. അപ്പൊ ആ സയൻസ് മ്യൂസിയത്തിന്റെ അകത്ത് കാണുന്ന സെറ്റപ്പുകളെല്ലാം ഉണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ടിക്കറ്റ്, ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആരെങ്കിലും ഈ സയൻസ് മ്യൂസിയം, ഹിസ്റ്ററി മ്യൂസിയം, ആർട്ട് മ്യൂസിയം, അങ്ങനെ കുറേ അധികം മ്യൂസിയങ്ങളുണ്ട്. ഓരോ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് നമുക്ക് ടണൽ വഴിയാണ് ഈ വാക്ക് വേ ഉണ്ട്, ടണൽ വാക്ക് വേ ഉണ്ട് ഈ പറഞ്ഞ മ്യൂസിയങ്ങളിലേക്ക്, പല മ്യൂസിയങ്ങളിലേക്കും കണക്ടിവിറ്റി ആയിട്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ ചെല്ലുവാണെങ്കിൽ കൃത്യം നമുക്ക് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഇതിന്റെ അകത്തൂടെ ഓരോ ഫ്ലോറിലും, 3 ഫ്ലോർ ഹൈറ്റ് ഉണ്ട് ഇതിന്, ഈ 3 ഫ്ലോറിലും ഓരോ സംഭവങ്ങൾ, ഓരോ സ്ഥലത്ത് ഓരോന്നാണ്. ഇപ്പം മത്സ്യങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മത്സ്യങ്ങളുടെ, പക്ഷികളുടെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പക്ഷികളെ കുറിച്ചിട്ടുള്ള പഴയ കാലത്തെ പക്ഷികളും പുതിയ കാലത്തെ പക്ഷികളും ഒക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ കോഴി ഉണ്ടല്ലോ, കോഴീനെ വരെ അവർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേർഡ്സിന്റെ സെക്ഷനിൽ. അതുപോലെ തന്നെ ഈ വലിയൊരു ബോൺസ് സ്കെൽട്ടൺ കാണുന്നത്, ആ സംഭവം നീലത്തിമിംഗലത്തിന്റെ ആണെന്നാണ് അവിടെ എഴുതിയേക്കണം കേട്ടോ. എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ നമ്മൾ വേറെ ഒരു റൂമിൽ, എന്ന് വെച്ചാൽ മത്സ്യങ്ങളുടെ റൂമിൽ പോയപ്പോൾ നീലത്തിമിംഗലത്തിന്റെ ബോൺസ് ഇങ്ങനെ കാണാൻ പറ്റി. ഇതിനെ ഹാങ് ചെയ്തിട്ടേക്കുവാണ്. ഈ മുറികളിലൊക്കെ ഈ പറഞ്ഞ പോലെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സംവിധാനങ്ങളാണ്. ഒരു പാസ് പോലും ഇവർ വാങ്ങുന്നില്ല. ആ കയറി വരുന്നിടത്ത് നമുക്ക് വേണമെങ്കിൽ ഡൊണേഷൻ കൊടുക്കാം. അപ്പൊ നമുക്ക് താല്പര്യമുള്ള ഒരു എമൗണ്ട്, 1 പൗണ്ടോ 2 പൗണ്ടോ, ഒരു 10-20ഓളം കിയോസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ പൈസ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ATM കാർഡ് എടുത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് എത്ര പൗണ്ടാന്ന് അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ പൊക്കോളും, മ്യൂസിയത്തിലേക്ക്, ലണ്ടൻ സയൻസ് മ്യൂസിയത്തിന്റെ അക്കൗണ്ടിലോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോഴീനെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇവിടെ കേട്ടോ. കോഴി, മയില്, ഒട്ടകം എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ സാധനത്തിന്റെയും അവർ സ്റ്റഫ് ചെയ്ത് ഗ്ലാസ് ഇട്ട് അതിൻ്റെ അകത്ത് വെച്ചേക്കുക. അപ്പൊ വരുന്നവർക്ക് ഇതെല്ലാം കാണാനും പഠിക്കാനും അതുപോലെ തന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് രത്നക്കല്ലൊക്കെ ഇരിക്കണ ഒരു മുറിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഏതെല്ലാം ടൈപ്പ് രത്നങ്ങളാണോ അതൊക്കെ ഫുള്ള് CCTV നിരീക്ഷണത്തിലാണ് ഈ സംവിധാനങ്ങളെല്ലാം. ആളുകൾ ഇങ്ങനെ വരുന്നു, നോക്കിയെടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. പഠിക്കാനുള്ളവര്, ചില കൊച്ചുങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതിയെടുക്കുന്നുണ്ട്. കല്ലുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആണോ എന്നൊരു ഇതുണ്ട്. നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഏത് രാജ്യത്തു നിന്നാണ് അവർ കൊണ്ടുവന്നേക്കണമെന്നൊക്കെ അതിന്റെ അടിയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല രാജ്യത്തു നിന്നുള്ള കളക്ഷൻസ് ഇവിടെ കൊണ്ടുവന്ന ജെം സ്റ്റോണുകൾ, പിന്നെ സിലിക്കേറ്റ്, ഫോസ്ഫേറ്റ്, അങ്ങനെ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ബ്രിട്ടീഷ് മിനറൽസ്, എന്ന് വെച്ചാൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സകല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോഹിനൂർ രത്നം ഉണ്ടല്ലോ, അതെവിടെയാ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. പക്ഷെ അത് ഈ പറഞ്ഞ സ്ഥലത്ത് ഇല്ല കേട്ടോ, നമ്മൾ ഈ മ്യൂസിയത്തിലല്ല അതുള്ളത്. എന്തായാലും അവിടെ അതൊന്ന് പോയി കാണണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ആ പറഞ്ഞ പോലെ കോഹിനൂർ രത്നം ഇരിക്കുന്ന ആ ഒരു മ്യൂസിയത്തിൽ പോയിട്ട് ഒന്ന് കാണണമെന്നുണ്ട്. പണ്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഫോസ്ഫേറ്റ്, സിലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ലാബിലൊക്കെ വളരെ ചെറുതായിട്ടുള്ള ഒരു സെറ്റപ്പ് അല്ലേ ഉള്ളൂ. ഇവിടെ ആ ഒരു ലാബിനെയൊക്കെ ഭയങ്കര വലുതായിട്ട് അവർ സെറ്റ് ചെയ്തേക്കണം. ഞാൻ പറഞ്ഞില്ലേ, നിലവറയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അവിടെയാണെങ്കിൽ ഫുള്ള് വിലപിടിപ്പുള്ള രത്നക്കല്ലുകൾ, വജ്രക്കല്ലുകൾ, വൈരക്കല്ലുകളൊക്കെയാണ് ഉള്ളത്. കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഒന്ന് വീഡിയോ എടുത്ത് പോരുകയായതുകൊണ്ട് നമുക്കിതൊന്നും ഫുള്ളായിട്ട് അത് വായിച്ച് അതിന്റെ ഹിസ്റ്ററി ഒന്നും മനസ്സിലാക്കാനോ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ആവശ്യമായിട്ടുള്ളവർ അവിടെ ഇരുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ സ്പെൻഡ് ചെയ്ത് അത് റെഫർ ചെയ്ത് എഴുതി പേപ്പറിൽ നോട്ട് എടുത്ത് എഴുതി പോകുന്നുണ്ട് പഠിക്കേണ്ട കുട്ടികളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോള് പറഞ്ഞത് ആ ഇരിക്കണ കല്ലെറിഞ്ഞ അവക്ക് വേണമെന്ന്. അതൊക്കെയാണ് സ്വർണങ്ങളും മിന്നുന്ന ലോഹങ്ങളോട് പെൺകുട്ടികൾക്ക് താല്പര്യം എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ. ലണ്ടൻ സയൻസ് മ്യൂസിയത്തില് ലണ്ടൻ ഹിസ്റ്ററി മ്യൂസിയം, സയൻസ് ഹിസ്റ്ററി മ്യൂസിയം എന്നാണ് അതിന്റെ പേര്. ഓൺലൈനിൽ കയറി നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അവരുടെ എത്ര ആളുകളാണ് വിസിറ്റ് ചെയ്യണത്, കുട്ടികളുണ്ടോ എന്നൊക്കെ അവർ കൃത്യമായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് എടുക്കാതെ വരുന്നവരാണെങ്കിൽ ആ ഫ്രണ്ടിലത്തെ അവിടെ അവർ നിന്നിട്ട് അവരൊരു മെഷീനിൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിലൊരു കൗണ്ടർ ഉണ്ട്, നമ്പർ കൗണ്ടർ ഉണ്ട്. എത്ര പേര് മ്യൂസിയത്തിലോട്ട് കയറി പോരുന്നുണ്ടെന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് എണ്ണം എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു 2 നില 3 നില പൊക്കം ഉണ്ടെന്ന്. ഈ 3 നില പൊക്കത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 1355 വർഷം പഴക്കമുള്ള ഒരു മരത്തടിയുടെ
മരത്തിന്റെ ആ ഒരു ബേസ് ഭാഗമാണെന്ന് തോന്നുന്നു, ഏറ്റവും കൂടുതൽ വീതിയുള്ള ഭാഗമാണ് അത്. അതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് വർഷത്തിലാണ് അത് അവിടെ ഉണ്ടായത്, ഏത് പ്ലാന്റ് ചെറിയ സീഡായിട്ട് ഏത് രാജ്യത്ത് വെച്ചിട്ടായിരുന്നു, അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് അതിന്റെ ഓരോ കാലഘട്ടങ്ങളിലുള്ള വളർച്ച, അതിന്റെ വിത്ത്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും അവസാനം അത് 1355 വർഷം വയസ്സായ സമയത്താണ് പുള്ളിക്കാരനെ കട്ട് ചെയ്തത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എത്ര കൊല്ലം പഴക്കം ഉണ്ടെന്നൊക്കെയുള്ള ആ മനുഷ്യർ ജീവിച്ചിരുന്നിട്ടൊന്നും ആയിരിക്കില്ല. അതിന്റെ കാർബൺ ടെസ്റ്റിങ്ങോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ആയിരിക്കും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുക. എന്തായാലും ഈ ഒരു കാര്യത്തിനെയൊക്കെ അവർ വെൽ സെറ്റായിട്ട് വെൽ മാനേജ്ഡ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള മ്യൂസിയങ്ങളിലും അതുപോലെ തന്നെ ആർട്ട് ഗാലറികള്, അതുപോലെ തന്നെ ഇവരുടെ ആയുധങ്ങളുടെ മ്യൂസിയം ഉണ്ട് കേട്ടോ. ഡക്ഫോർഡ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത്, നമ്മൾ ഇവിടെ താമസിക്കുന്നതിന് വീടിൻ്റെ അടുത്തുള്ള ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫൈറ്റർ ജെറ്റുകൾ അങ്ങനെ ശരിക്കും പണ്ടൊക്കെ നമ്മൾ കൊച്ചിയിൽ നേവൽ ബേസിലൊക്കെ പോയിട്ടൊരു വിമാനം കാണാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കൊതിച്ചിട്ടുണ്ട് ചെറുപ്പ കാലഘട്ടങ്ങളിൽ. അപ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒരു അവസരം നമ്മുടെ കേരളത്തിലുണ്ടോ? നമ്മുടെ NID ഒക്കെ നമുക്കൊന്ന് കയറി കാണാനോ, അങ്ങനെ ആയുധ മ്യൂസിയം, അതുപോലെ നമുക്കിവിടെ സയൻസ് മ്യൂസിയം ഒക്കെ പോലെ ഒരു വലിയ മ്യൂസിയം നമ്മുടെ നാട്ടിലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് ചെറിയ ചെറിയ പൈസയൊക്കെ അതിനൊരു എൻട്രി ഫീസൊക്കെ വെച്ച് മാനേജ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി വളർത്തി, ഈ പറഞ്ഞ പോലെ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ നമ്മൾ വരുന്നു, ഇവിടെ നമ്മൾ പൈസ കൊടുക്കാതെ നമ്മൾ കയറിയാൽ പോലും നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേറെ പൈസ കൊടുക്കണം, പല രീതിയിൽ അതിന്റെ കാറ്റലോഗ് ബുക്കുകളൊക്കെ വാങ്ങുന്നതിനൊക്കെ പൈസ കൊടുക്കണം. അപ്പൊ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവർക്ക് വരുമാനം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ആ കിട്ടുന്ന വരുമാനങ്ങളിൽ നിന്നാണ് ഇവർ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോണത്. ആനക്കൊമ്പ് ഉണ്ടോ, എന്ത് വലിയ ആനക്കൊമ്പ്! ഒരു ചേച്ചി അതിന്റെ മുമ്പിൽ വെപ്പുണ്ട്. ആ ചേച്ചിയുടെ ഒരു ഇരട്ടി പൊക്കോടെ ഉണ്ട് ആ കൊമ്പിന് മാത്രം. അപ്പൊ അത് എന്ത് വലിയ ആനയുടെ കൊമ്പായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇത് എന്താ പറയുക, ഇതിന്റെ ഈ ഒരു പൂ പോലെയുള്ള സംഭവം സമുദ്രത്തിലുള്ള സംഭവമാണ്. പക്ഷെ അതിനോട് ചേർന്ന് ഒരു വള്ളിച്ചെടി പോലത്തെ ഒരു സാധനം, അത് എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് അതിന്റെ നീളം കണ്ടോ, ഒരൊറ്റ എനിക്ക് തന്നെ പായലെങ്ങാണ്ടാണ്. ആ പായലിന്റെ ഏറ്റവും നീളമുള്ള പായലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓരോന്നിനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ഈ കഥകളൊക്കെ എഴുതി നമ്മൾ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് സമാധാനമായിട്ട് വായിച്ച് മനസ്സിലാക്കി കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും നമുക്ക് അത്തരത്തിലുള്ള ഒരു സാവകാശം അവിടെ കിട്ടുന്നില്ല. കാരണം അത്രയധികം ജനങ്ങൾ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും, ശ്വാസം വിടാൻ പറ്റുണ്ടോ, അത്രയധികം തിരക്ക്. അതിന്റെ അടിയിൽ ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു 5 സ്റ്റാർ റെസ്റ്റോറന്റ്. ഈ മ്യൂസിയത്തിന്റെ അകത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്, വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങൾ, മീൻസ് കോൾഡ് വാട്ടർ നമുക്ക് അവിടെ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട്. ഇതൊക്കെ കണ്ട് ഞങ്ങള് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. മക്കൾക്ക് മടുത്തു. അപ്പോഴേക്കും ഈ നടക്കുക എന്ന് പറഞ്ഞ കാര്യം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇപ്പൊ അത്ര ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പഠിക്കേണ്ട ഒരു ഏജിലോട്ട് വരാത്തതുകൊണ്ട് അവർ പറഞ്ഞ് പോവാം ഇവിടുന്ന് പോവാം, അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാന്നും പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ വീണ്ടും ഇറങ്ങി ആ മ്യൂസിയത്തിൽ നിന്ന് നമ്മളിത് വീണ്ടും അടുത്ത ടണലിലേക്ക് കയറുകയാണ്. ഈ ടണൽ വഴി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാം. ഇതൊക്കെ നടന്നു പോകാനുള്ള വഴികളാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പാളയത്തൊക്കെ റെയിൽവേ ക്രോസിങ്ങിന്റെ, കോഴിക്കോട് പാളയത്ത് റെയിൽവേ എത്തണയ്ക്ക് മുമ്പ് നമുക്കൊരു സബ്വേ ഒക്കെ ഉണ്ട്. പക്ഷെ ആ സബ്വേ ഒക്കെ വെള്ളമൊക്കെ അടഞ്ഞ് ചെളിയൊക്കെ പിടിച്ച് കിടക്കും. അതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. അതിനൊക്കെ ശരിക്കും റിനോവേറ്റ് ചെയ്ത് എടുത്ത് നല്ല രീതിയിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു നടക്കാനൊക്കെ ഉള്ള രീതിയിൽ ഈ പാസേജിന്റെ അകത്തേക്കൂടെ നമുക്ക് വഴികൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പരസ്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, മ്യൂസീഷ്യന്മാർ അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്കിവിടെ ഇതുമൊക്കെ വന്ന് കാണാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ കാണാനൊക്കെ ഒരു ഭാഗ്യം ലഭിച്ചു. ട്യൂബ് ട്രെയിനിലാണ് കയറുന്നത്. ആ ട്യൂബ് ട്രെയിനിൽ പോകുമ്പോൾ ഒരു സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര്. മാൻഷൻ ഹൗസ് എന്നാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര്, MH. ആ MHൽ ഇറങ്ങി പോണ ചേട്ടനെ കണ്ടോ? ആ ചേട്ടൻ മലയാളിയാണ്. അത്യാവശ്യം പുള്ളിയുടെ സൈക്കിളും കൊണ്ട് പുള്ളിക്കാരൻ ഈ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ പോലും സൈക്കിൾ കൊണ്ടുപോകാം. അപ്പൊ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു ട്രെയിനിൽ ഒരു സൈക്കിൾ കയറ്റാൻ പറ്റുമോ? എവിടെ സൈക്കിൾ പോയിട്ട് മനുഷ്യന് തന്നെ മര്യാദയ്ക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സാവകാശം നമുക്ക് കിട്ടുന്നില്ല. അവിടുന്ന് നമ്മൾ അടുത്ത ട്രെയിനിലേക്ക് കയറാണ്. ആ ട്രെയിനിന്റെ പേരാണ് DLR ട്രെയിൻ സർവീസ്. ഇവിടെ പല പേരുകളിൽ എല്ലാത്തിനും ഐഡന്റിഫിക്കേഷൻ അവർ നൽകിയിട്ടുണ്ട് ഓരോ ട്രെയിനുകൾക്കും. അങ്ങനെ നമ്മൾ ഈ DLR എന്ന് പറഞ്ഞ ഡോക്യാർഡ്സ് ലോവർ
ട്രെയിനോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ DLR സർവീസിൽ നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോൾ അതിൽ നമ്മൾ പോകുന്ന വഴിയിൽ കാണുമ്പോഴാണ് ബോട്ട് സർവീസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കണ്ടു. പക്ഷെ അത് ബോട്ട് സർവീസ് ആയിരുന്നില്ല കേട്ടോ. അത് ആ ബോട്ടിൽ നമുക്ക് കുടുംബമായിട്ട് ജീവിക്കാം, വീടുകളിൽ താമസിക്കാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഓവർപാസുകളും അണ്ടർപാസുകളും റോഡല്ല, ട്രെയിനിന്റെ ട്രാക്കുകളാണ് കാണുന്നതൊക്കെ. ഒക്കെ ശരിക്കും പറഞ്ഞാൽ 4 ബോഗികളുള്ള ട്രെയിനുകളാണ് ഇവിടെ ഒട്ടുമിക്ക ട്രെയിനുകളും ഈ പറഞ്ഞ പോലെ എബോവ് ഗ്രൗണ്ട് പോണത്. അണ്ടർഗ്രൗണ്ട് അല്ല, എബോവ് ഗ്രൗണ്ട്. അണ്ടർഗ്രൗണ്ട് 3 എന്തോ ഉള്ളൂ തോന്നുന്നു. ഈ കാണുന്ന ആണ് ലണ്ടനിലെ ഏറ്റവും വലിയ മത്സ്യ മാർക്കറ്റ്, ബില്ലിങ്സ് ഗേറ്റ് മാർക്കറ്റ് എന്ന് പറയും. ഇവിടെ രാവിലെ 3 മണിയാകുമ്പോഴാണ് ഇവിടെ കച്ചവടം തുടങ്ങണത്. എല്ലാ ദിവസവും ശനിയാഴ്ച എല്ലാ ദിവസവും ഉണ്ട്, ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്കുന്നതാണ്. അങ്ങനെയാണ് 3 മണിയാകുമ്പോൾ തുടങ്ങും, രാവിലെ 8 മണിയാകുമ്പോഴേക്കും പൂട്ടുകയും ചെയ്യും. അപ്പൊ ഇത്രയും സമയത്താണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. ഏകദേശം ലണ്ടനിലേക്ക് വരുന്ന സകലവിധ മത്സ്യങ്ങളും ഈ മാർക്കറ്റിൽ വന്നിട്ടാണ് സ്പ്രെഡ് ചെയ്ത് പോണത്. ഇംഗ്ലണ്ടിലേക്ക് തന്നെയാന്ന് തോന്നുന്നു. നമ്മുടെ വീടിന്റെ അടുത്ത് നിന്നൊക്കെ ചേട്ടന്മാര് ഈ വില്ലിങ്സ് ഗേറ്റ് മാർക്കറ്റിൽ പോയിട്ട് കിലോ കണക്കിന് ഇത് മേടിക്കും. മീൻ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെക്കും. ഫ്രീസർ എന്ന് പറഞ്ഞിട്ട് പെട്ടി ഫ്രീസർ ഉണ്ട്. അങ്ങനെ ആ വില്ലിങ്സ് ഗേറ്റ് മാർക്കറ്റ് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റോപ്പ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് പഠിച്ച സമയത്ത് കേട്ടിട്ടില്ലേ? ആ ഈസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കണ്ണുമുമ്പിൽ കാണാൻ പറ്റി. അതുപോലെ തന്നെ വെസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അതിന്റെ അങ്ങേ സൈഡില്. അപ്പൊ നമ്മൾ അവിടുന്ന് അടുത്ത സ്വീകരണ സ്ഥലം ഞങ്ങൾ ഇത്തവണ പോകാൻ ഉദ്ദേശിച്ചിരുന്നത്, വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുന്നത് തന്നെയാണ്. ഇവിടെ സമയം കിട്ടുവാണെങ്കിൽ പോകാന്ന് കരുതിയിട്ടാണ് പോകുന്നത്. നമ്മൾ വേറെ അങ്ങോട്ടും അല്ല പോകുന്നത്. ഇതേ പോകുന്ന ദേ കേബിൾ കാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ? ദാ നോക്കിയാൽ കാണാൻ പറ്റും. ഈ പറഞ്ഞ ആ വരുന്ന കേബിൾ കാറിൽ നമ്മൾ മലമ്പുഴയിലാണ് ഈ ഒരു സർവീസ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പ്. കേബിൾ കാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ പറയാം റോപ്പ് വേ സർവീസ്. അത് മറ്റൊന്നുമല്ല, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൊട്ടയില് കയറിനകത്ത് കെട്ടി തൂക്കിയിട്ട് നമ്മളെ എങ്ങനെ കൊണ്ടുപോകുമല്ലോ കേബിൾ കാർ, ആ ഒരു സംഭവം. ഇത് ലണ്ടനിലെ തേംസ് നദിക്ക് കുറുകെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പൊ നമ്മൾ ഇത് നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മ്യൂസിയത്തിൽ നിന്ന സമയത്ത് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു. ഇവിടേക്ക് ഫാമിലി പാക്ക് ഒരാൾക്ക് 6 പൗണ്ടാണ് ഒരു ഡയറക്ഷൻ അപ്പ് ആൻഡ് ഡൗൺ. അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഈ ജംഗ്ഷനിൽ തന്നെ, മീൻസ് നമ്മളിവിടെ കയറുന്നോടത്ത് തന്നെ കൊണ്ടുവന്ന് നമ്മളെ തിരിച്ചിറക്കും. അവിടെ തിരിച്ചിറക്കണമെങ്കിൽ നമുക്ക് 6 പൗണ്ടാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഞങ്ങള് ഫാമിലിക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് നമുക്ക് 30 പൗണ്ട് ആയി ഫാമിലി കേട്ടോ. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോയിട്ട് അങ്ങേ എൻഡിൽ പോയി അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങും, ഇവിടെ തന്നെ ഇറങ്ങും. അതേസമയം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് ബോട്ട് വഴിയോ അല്ലെങ്കിൽ ട്രെയിൻ വഴിയോ നമുക്ക് വീണ്ടും തിരിച്ച് മറ്റു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇതൊരു ജീവിതത്തിലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നാട്ടില് മലമ്പുഴയിലൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് പോയപ്പോൾ. അതുപോലെ നമ്മളെ കയറ്റാനൊക്കെ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചെല്ലുമ്പോൾ ആ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ നമ്മുടെ ആ QR കോഡ് നോക്കാനായിട്ട് ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ ആരും ഇവിടെ കാണുന്നില്ല. അന്ന് അത്ര വലിയ തിരക്കും ഇല്ല. അപ്പൊ നമ്മള് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കയറാനായിട്ട് ഡോറ് ഇത് ക്യാമിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഡോർ അങ്ങ് തുറക്കും. ആ ഡോറ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ ഡോറ് തന്നെ അങ്ങ് അടയും. അല്ലാതെ ആരും അവിടെ ഇല്ല നമ്മളെ പിടിച്ചു നിർത്താനോ കയറ്റാനോ. അത് അത്രയും സ്ലോയിലാട്ടോ. നമുക്ക് കൂളായിട്ട് നടന്ന് കയറാം, സൈക്കിള് കയറ്റാം, അതില് മറ്റേ ബാഗുകൾ കയറ്റാൻ. കാരണം പലരും ഇവിടുന്ന് ഇത് കയറ്റിയിട്ട് വെയിറ്റ് ലിമിറ്റേഷൻ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടുന്ന് അപ്പുറത്ത് പോയി ഇറങ്ങി അവിടുന്ന് അവന്റെ ജോലിക്കൊക്കെ പോകും. അങ്ങനെയൊക്കെ ഈ ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ലണ്ടനിൽ ഇവര് എല്ലാം വൻ സെറ്റായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് റോഡിൽ കൂടെ കാറുകൾ പോണതും ട്രെയിൻ പോണതും ഒക്കെ കാണാൻ പറ്റും. തേംസ് നദി കണ്ടോ നിങ്ങള്? ഈ ലണ്ടൻ മറ്റേ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിന്റെ ഒക്കെ താഴെയുള്ള നദിയാണ് തേംസ് നദി എന്ന് പറഞ്ഞിട്ടുള്ള. ഈ തേംസ് നദിയുടെ ചുറ്റിപ്പറ്റിയാണ് ഈ പറഞ്ഞ ലണ്ടൻ നഗരം ഫുൾ ഉള്ളത്. അതിന്റെ വളർച്ചയ്ക്ക് ഒരു വലിയൊരു ഒരു സംഭാവന തന്നെയാണ് തേംസ് നദി. എത്ര മനോഹരമായിട്ടും എത്ര വൃത്തിയായിട്ടാണ് ഇവർ ഈ നദീനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്ക് മോളിൽ നിന്ന് കാണാൻ പറ്റും. ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പി പോലും നമുക്ക് കിടക്കണതോ അല്ലെങ്കിൽ ഒരു പായലോ പുല്ലോ ചണ്ടിയോ ചപ്പോ ഒന്നുമില്ല. കാരണം അതൊക്കെ ഹെവി മെഷീനറികൾ വെച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. ഇപ്പൊ നമ്മൾ ആളുകളെ നിർത്തി നമ്മുടെ നാട്ടിലൊക്കെ കനാല് ക്ലീൻ ചെയ്യാനൊക്കെ എത്രയോ ചേച്ചിമാരും ചേട്ടന്മാരുമാണ് കഷ്ടപ്പെടുന്നത് വെയിലത്ത് കിടന്നത്. ഇത് മെഷീൻ ഇറങ്ങുന്നു, മെഷീൻ വെച്ചിട്ട് ആ മെഷീനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ തലച്ചോറ് ഇവർ പ്രവർത്തിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യത്തിലും ഇതൊക്കെ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ എത്രയോ കൊച്ചിയിലൊക്കെ കായലുകൾ, എത്ര മനോഹരമായിട്ടുള്ള കായലുകൾ ആ പായൽ പിടിച്ച് കിടക്കുന്നത്.
ആ പായലൊക്കെ മാറ്റി അതിന്റെ മുകളിൽ കൂടെ ഇപ്പൊ കൊച്ചിയിൽ ഇങ്ങനെ ഒരു സർവീസ് തുടങ്ങുവാണെങ്കിൽ എത്രയധികം ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചുമ്മാ ഇരുമ്പിന്റെ പില്ലർ അടിച്ചിട്ട് 2 സ്ഥലത്ത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൊടുത്തേക്കണം. എന്നിട്ട് ചെറുപ്പിൽ ഇത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് അങ്ങ് കൊടുത്താൽ മതി. കൊച്ചിയിൽ നല്ല ഇപ്പൊ വല്ലാർപാടം ടെർമിനൽ കാണാൻ പറ്റും. നമുക്ക് ഇതിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കൊച്ചിയിലൊക്കെ അങ്ങനെ ഒരെണ്ണം ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ക്യാപിറ്റലായിട്ടുള്ള കേരളത്തിന്റെ ഒരു സാമ്പത്തിക തലസ്ഥാനം കൊച്ചി തന്നെയാണല്ലോ. അപ്പൊ അതുപോലെ ആ ഒരു സംഭവമൊക്കെ ചെയ്തെടുക്കുക. ഇതുപോലെ സുരക്ഷിതമായിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, അതുപോലെ ഭക്ഷണം കഴിക്കാം ഇതിൻ്റെ അകത്തിരുന്ന്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞു ബിരുദൻ ഒരു പണി ഒപ്പിച്ചു. അവൻ അതിന്റെ എമർജൻസിയിൽ പിടിച്ച് ഞെക്കി. എമർജൻസി ബട്ടൺ അലാം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ടവറിന്റെ ഏറ്റവും ടോപ്പിലുള്ള വാർണിംഗ് ലൈറ്റ് വരെ കത്തി. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും അവര് അവിടെ നിന്ന് മൈക്കിൽ നമ്മളോട് ചോദിച്ചു എന്താ സംഭവിച്ചത്, എന്തെങ്കിലും എമർജൻസി നിങ്ങൾക്ക് ഹെൽപ്പ് വേണോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത് മിസ്റ്റേക്കൻലി നമ്മുടെ കൊച്ച് ഞെക്കിപ്പോയതാന്ന് പറഞ്ഞു. എന്തിനു പറയാം, നമ്മൾ ആദ്യം കയറുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ അവിടെ തിരിച്ച് നമ്മുടെ ആ നമ്പർ കാറ് എന്ന് വെച്ചാൽ കാർന്ന് അതിന് പറയണേ ഇത് നമ്മുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ സ്റ്റാഫ് 2 പേര് അവിടെ ഇറങ്ങി നമ്മളോട് എന്തെങ്കിലും എമർജൻസി ആയിരുന്നോ എന്ന് ഇങ്ങനെ വീണ്ടും അവർ ചോദിച്ചു നേരിട്ട്. അപ്പോൾ അത്രയ്ക്കും അലർട്ടായിട്ട് കയറുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളവിടെ ഇങ്ങനെ എമർജൻസി ഫാബിയൻ ഞെക്കിയതുകൊണ്ട് നമ്മളവിടെ ചെന്നപ്പോഴേക്കും അവരുടെ 2 പേര് വന്നു, അവിടെ സ്റ്റാഫ് സെക്യൂരിറ്റിക്കാര്. അപ്പൊ അതൊക്കെയാണ് ശരിക്കും പറയാലോ, അതൊക്കെ ഒരു എന്താ പറയണേ സർവീസിന്റെ നല്ല സർവീസ് എന്ന് വേണമെങ്കിൽ പറയാലോ. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് നമ്മൾ കയറി അപ്പുറത്ത് പോയി ഇറങ്ങാതെ നമുക്ക് ചുറ്റി വരാം. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളെ കൊടുത്ത പേയ്മെന്റിനുള്ള ട്രിപ്പായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് അപ്പും ഒരു ട്രിപ്പ് ഡൗണും. അപ്പ് ആൻഡ് ഡൗൺ ഒരു ട്രിപ്പിനുള്ള പൈസയാണ് ഞങ്ങൾ കൊടുത്തുള്ളൂ. പക്ഷേ മക്കൾ പറഞ്ഞു ഒന്നോടെ ഒരു ട്രിപ്പോടെ 2 ട്രിപ്പ് അടിച്ചു ഈ പൈസയില്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മലയാളികളാണല്ലോ, മാക്സിമം ഊറ്റുകയെന്നുള്ളത് നമ്മുടെ ഒരു ഇതാണല്ലോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള കാറ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 10 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ തണുത്ത കാലാവസ്ഥയില് ഇത്രയും കാറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ. എന്നിട്ടും നമ്മളിപ്പോ ജാക്കറ്റൊന്നും ഇടാണ്ട് അന്ന് മാനേജ് ചെയ്തിട്ടോ. അപ്പൊ നമ്മള് എന്നും വരുമ്പോ പോണ പോലെ തന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഈ ലണ്ടൻ നഗരത്തിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു സംഭവത്തിൽ ഇതിന്റെ തൊട്ടടുത്ത് പോവാതെ അവിടെ പോയി 2 ഫോട്ടോയൊന്നും എടുക്കാതെ പോകാറില്ല. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ കൊട്ടാരം ഒന്നുമല്ല, ഇത് നമ്മുടെ പാലക്കാട് കോട്ട പോലെ ഒരു സെറ്റപ്പില് ഉള്ളൊരു കൊട്ടാരമാണ് അവരുടെ. ഈ കൊട്ടാരത്തിന്റെ സൈഡിൽ തന്നെയാണ് ഇത് ആ കാണുന്ന സംഭവം, ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് അല്ല ശരിക്കും ഇതിന്റെ പേര് ടവർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ടവർ ബ്രിഡ്ജാണ് നമുക്ക് സെന്റർ തുറക്കണത്. ഇതാണ് ഫോട്ടോസും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ഫോട്ടോസും വീഡിയോസിലൊക്കെ വരുന്ന സംഭവം ഈ ടവർ ബ്രിഡ്ജ് എന്നാണ്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പാട്ടില് കേൾക്കുന്ന കൊച്ചുങ്ങളുടെ റൈമിൽ പറയുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ഫോളിംഗ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഈ ഒരു പാലമാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പേര് ടവർ ബ്രിഡ്ജ് എന്നാണ്. ഈ ടവറിന്റെ മുകളിൽ നമുക്ക് അതിന്റെ മുകളിലോട്ട് നമുക്ക് കയറി കാണാനൊക്കെ, അതിന്റെ മുകളിൽ കൂടെ നടക്കാനൊക്കെ അനുവദിക്കും കേട്ടോ. അതിനൊക്കെ പാസ് ഉണ്ട്. 23 പൗണ്ടോ എങ്ങാണ്ടാണ് അതിന്, എന്ന് വെച്ചാൽ 2300 രൂപയോളം കൊടുക്കണം അതിന്റെ മുകളിൽ കയറി നടക്കണേന്. പാലത്തേക്കടെയുള്ള ട്രാഫിക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാലത്തിന്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണുണ്ടോ, എത്രയാ വലിയ സൈസിൽ അവരുണ്ടാക്കി നിർമ്മിതി സെറ്റാക്കിയേക്കണേ. അതുപോലെ തന്നെ ബിഗ് ബസ് എന്ന് പറഞ്ഞിട്ടുള്ള സർവീസാണ്. ആ ബസ്സിന്റെ ടോപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ അതുപോലെയുള്ള അങ്ങനെ ഉല്ലാസ നൗകകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം ലണ്ടൻ ബ്രിഡ്ജിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നമ്മൾ ഒരു കാലത്തും തിരിച്ചു വരാറില്ല. ലണ്ടൻ പോയി കഴിഞ്ഞാൽ അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കണം. അതൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ലണ്ടൻ ബ്രിഡ്ജ് തന്നെ ആയിരിക്കും. ആ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വീട്ടിലോട്ട് ട്രെയിൻ കയറി നാട്ടിൽ തിരിച്ചു പോരുകയാണ് പതിവ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ എത്ര സ്ഥലം കവർ ചെയ്യാൻ പറ്റി? 2 ടൂറിസ്റ്റ് സ്പോട്ടും ലണ്ടൻ ബ്രിഡ്ജും. അപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ ലണ്ടൻ കാണാനായിട്ട് വരുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച എങ്കിലും ലണ്ടനിൽ താമസിച്ച് നമുക്ക് കാണാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ലണ്ടനിലുണ്ട്. അപ്പോൾ വരുന്നവരെപ്പോഴും തീർച്ചപ്പെടുത്തി വരിക. ഒരാഴ്ച തന്നെ ലണ്ടനിൽ മാത്രം ഒരാഴ്ച സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് പോന്നോളുക. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ യാത്ര നമ്മൾ കഴിഞ്ഞു. വീട്ടിലേക്ക് പോരാനുള്ള സമയമായി. ഏകദേശം 8 മണി 9 മണി ആയി കഴിഞ്ഞാലാണ് ഇപ്പൊ രാത്രിയാവുക.